ഇന്ന് നമുക്ക് ചോറ്, ചപ്പാത്തി അതുപോലെ പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കോളിഫ്ലവർ കറിയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് മീഡിയം സൈസിലുള്ള ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നല്ല തിളച്ച വെള്ളം ഒഴിക്കാം കേട്ടോ. ഇത് മുങ്ങിക്കിടക്കുന്ന പാകത്തിൽ നല്ല തിളച്ച വെള്ളം വേണം ഒഴിച്ചെടുക്കാനായിട്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. എന്നിട്ട് നമുക്കിനി ഇത് 20 മിനിറ്റ് ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വെള്ളം നന്നായിട്ട് കളഞ്ഞ് ഒന്നുകൂടെ കഴുകി എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇതാ 20 മിനിറ്റ് ആയിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് കളഞ്ഞിട്ട് ഒന്നുകൂടെ വെള്ളം ഒഴിച്ച് നന്നായി കഴുകി നല്ല ഡ്രൈ ആക്കി എടുത്തൊരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാം. ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിതിലേക്ക് ഏകദേശം 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് ഇപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ ചൂടാക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പം അതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ഒരു കോളിഫ്ലവർ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു മസാലയെല്ലാം കോളിഫ്ലവറിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നാൽ മതിയാകും. ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നാൽ മതിയാകും. അപ്പോൾ ഇതാ മസാലയൊക്കെ നന്നായിട്ട് അതിൽ പിടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയാകും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് കറി റെഡിയാക്കാൻ തുടങ്ങാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പം ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർക്കുവാണ്. കടുക് ഓപ്ഷണലാണ് കേട്ടോ. കടുക് പൊട്ടി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ചതച്ചതും 5 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം. ഞാനിതിലേക്ക് 1.5 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയം നമുക്കിതിലേക്ക് സവോള ചേർക്കാം. ഞാനിതിലേക്ക് 1.5 മീഡിയം സൈസിലുള്ള സവോള നീളത്തിന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് ഞാൻ 1/4 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സവാള പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഞാനിതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുവാണ്. 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുവാണ്. എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഇതിലേക്ക് ഞാൻ 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുവാണ്. എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളുടെ ഒരു പച്ചമണം മാറി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. ഞാനിതിലേക്ക് മീഡിയം സൈസിലുള്ള 2 തക്കാളി ചേർക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി മിക്സിയുടെ ജാറിലിട്ട് വെള്ളം ചേർക്കാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ ഇതാ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഈ ഒരു മസാലയെല്ലാം കോളിഫ്ലവറിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുന്നത് വരെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം. അപ്പോൾ എനിക്കിവിടെ സെമി ഗ്രേവി ആയിട്ട് മതി കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് 3 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 250 ml മെഷറിംഗ് കപ്പിൽ 3 കപ്പ് ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. മിക്സ് ആക്കിയിട്ട് ഉപ്പ് നോക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. കോളിഫ്ലവർ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. കോളിഫ്ലവർ 1/4 ഭാഗം വെന്ത് വരുന്ന സമയം നമുക്കിതിലേക്ക് നമ്മുടെ ടേസ്റ്റും ഫ്ലേവറിനനുസരിച്ചിട്ട് ഗരം മസാല ചേർക്കാം. ഞാനിതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കുവാണ്.
അപ്പോൾ നമുക്കിനി ഇത് വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കോളിഫ്ലവർ നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്, നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക.